അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മുഹറം 11 ദിനം നോമ്പനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ദിനം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടോ, എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത്, ആർക്കൊക്കെ ഈ ദിനം നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. വിശുദ്ധ മുഹറം 10 ദിനം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. നല്ല രൂപത്തിൽ ഒരുപാട് പേര് ഈ ദിനത്തെ കൊണ്ടാടിയിട്ടുണ്ടാകും. നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്ന മിക്ക ആളുകളും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേർക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്നാലും നല്ല രൂപത്തിൽ ദിക്റുകളും അതേപോലെ നല്ല രൂപത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ദിവസത്തെ കൊണ്ടാടിയിട്ടുണ്ടാകും. അള്ളാഹു എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ കൂടി ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ഈ വിനീതനായ എന്നെയും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്നത് കൂടി ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. ഏതായാലും മുഹറം 11 നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, മുഹറം 11 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്തുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളെപ്പറ്റി ഫിഖഹിൻ്റെ കിതാബുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി ചില ദിനങ്ങളെ കൂടി പ്രത്യേകമായി പരിചയപ്പെടുത്തും. അങ്ങനെ എണ്ണുമ്പോൾ ഒരു ദിവസത്തെ നമ്മോട് പഠിപ്പിക്കുന്നു. അതായത് മുഹറം 11 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്താണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, മുഹറം 9 ഒരാൾ നോമ്പനുഷ്ഠിക്കാതെ മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിച്ചാൽ അവർ പ്രത്യേകിച്ച് മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുഹറം 11 നോമ്പനുഷ്ഠിച്ചിട്ടില്ല, മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിച്ചാലും ശരിയാകും, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പറ്റുമെങ്കിൽ മുഹറം 9 നോമ്പനുഷ്ഠിക്കാത്ത വ്യക്തികൾ മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കാം. മുഹറം 10 11 എന്ന രൂപത്തിൽ 11 നോമ്പനുഷ്ഠിക്കാം. ഇനി അതല്ല, ഒരാൾ മുഹറം 9 നോമ്പനുഷ്ഠിച്ചു, 10 നോമ്പനുഷ്ഠിച്ചു, അങ്ങനെയുള്ളവർക്ക് മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി മുഹറം 11 കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ അറബി മാസവും 13, 14, 15 ഈ 3 ദിനങ്ങൾ അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങളാണ്. അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അത് അറബി മാസം 13, 14, 15 എന്നീ 3 ദിനങ്ങളാണ് വരിക. ഏതായാലും മുഹറം 11 നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ മുഹറം 11 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി നോമ്പ് ഖളാ ഉള്ളവർക്ക് ഞാൻ നേരത്തെ പല വീഡിയോകളായി നിങ്ങളോട് സംസാരിച്ചതാണ്. ഫറലായ നോമ്പ് ഖളാ വിട്ടാം. അങ്ങനെ ഖളാ വിട്ടുമ്പോൾ സുന്നത്തായ നോമ്പിന് കൂടി കരുതാം. എങ്കിൽ നോമ്പ് ഖളാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത്. ഇനി നമ്മൾ ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അയ്യാമുൽ ബീദിൻ്റെ 3 ദിനങ്ങൾ, അതും ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് നമുക്ക് കൂടുതലൊന്നും നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എല്ലാ മാസവും ഒരു 3 ദിവസങ്ങളെങ്കിലും നമ്മൾ നോമ്പനുഷ്ഠിച്ച് പോരുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ 3 ദിവസങ്ങൾക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 ദിവസങ്ങളാണ് അയ്യാമുൽ ബീദിൻ്റെ 3 ദിനങ്ങൾ. അപ്പോൾ നാളത്തെ അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയ്യത്ത് കരുതിയിട്ട് നോമ്പനുഷ്ഠിച്ച് നമുക്ക് പോകാവുന്നതാണ്. ഏതായാലും മുഹറം 9 നോമ്പനുഷ്ഠിക്കാത്ത ആളുകൾ മാക്സിമം മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി 9 നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് മുഹറം 11 നോമ്പനുഷ്ഠിക്കാം. ഇനി ഒരാൾ മുഹറം 9 അനുഷ്ഠിച്ചിട്ടില്ല, 11 അനുഷ്ഠിക്കുന്നില്ല, 10 മാത്രമായിട്ട് അനുഷ്ഠിക്കുകയാണ് എങ്കിലും അങ്ങനെ അനുഷ്ഠിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ശരിയാകുന്നതൊക്കെയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നല്ല കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഏറ്റവും ലളിതമായി നിസ്കാരം, വുളു, കുളി, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ അങ്ങനെ തുടങ്ങി അറിയേണ്ട എല്ലാ വിഷയങ്ങളും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ക്ലാസ് നോട്ട്സ് കൂടി ലഭ്യമാകുന്ന രൂപത്തിൽ നാഫി അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമായിട്ടുണ്ട്. nafiacademy.com എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ തുച്ഛമായ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ലഭ്യമാണ്. ഇനിയൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, പറ്റുന്ന ആളുകളൊക്കെ മാക്സിമം താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ചാനലുകളൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. കൂടുതൽ അപ്ഡേഷനുകളൊക്കെ അതിൽ കൂടി ലഭ്യമാണ്. ഏതായാലും ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.